ഒരു കഥ എഴുത്തുകാരൻ ജനിക്കുന്നത്. അപ്പം നിങ്ങൾ വിചാരിക്കും ഞാനിതെല്ലാം എഴുതി വെച്ച് പറയുകയാണ്. എനിക്ക് ആവശ്യമില്ല. ഞാൻ പറയുന്നതെന്ന് വിചാരിച്ച കാര്യം തന്നെ എൻ്റെ മനസ്സിൽ എഴുതിയിട്ടുള്ളൂ. അതേപോലെ തന്നെ ഓരോ ആൾക്കാർക്കും ഓരോ കഴിവുകളായിരുന്നു. ഇപ്പം ഞാൻ ഒരുപാട് മോട്ടിവേഷൻ സ്പീച്ച് കേൾക്കും, ഒരുപാട് പാട്ട് കേൾക്കും. എല്ലാം കേൾക്കുമ്പം എനിക്ക് എന്നതിനകത്ത് തന്നെ എനിക്കൊരു ട്രസ്റ്റ് വരാൻ തുടങ്ങി. ഇപ്പോഴത്തെ കാര്യമില്ല പറഞ്ഞു, ആ സമയത്തെ കാര്യം. അപ്പോൾ അങ്ങനെ ട്രസ്റ്റ് വന്നപ്പോൾ ഞാൻ തന്നെ എന്ത് തീരുമാനിച്ചു, ഇത് എഴുതിയ നന്നായിരിക്കും, ഇത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടും, ഇത് ആൾക്കാർ കണ്ട നല്ല അടിപൊളിയായിരിക്കും എന്ന് ഞാൻ തന്നെ എൻ്റെ മനസ്സിൽ തീരുമാനിച്ച് ഉറപ്പിച്ചിറക്കിയ സംഭവങ്ങളാണ് ഈ വീട്ടിലേക്കുള്ള വഴിയും പെൻസിംഗും പല പല കഥകളും. എൻ്റെ തന്നെ ഭാവനയിൽ ഞാൻ തന്നെ കൊണ്ടുവന്ന കുറേ കാര്യങ്ങൾ തന്നെയാണ് ഇതൊക്കെ. അപ്പം എൻ്റെ മാസ്റ്റർ ബ്രെയിനാണിത്. ഓക്കെ, അപ്പം എനിക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്കും പറ്റും. ഞാനൊരു മോട്ടിവേഷൻ ആരെയും നോക്കരുത്. നിങ്ങൾക്ക് എന്തൊരു കാര്യം പറയാൻ തോന്നുന്നു അത് നിങ്ങൾ പറഞ്ഞോ. യൂട്യൂബ് ചാനൽ തുടങ്ങാൻ തോന്നുന്നു അത് തുടങ്ങിക്കോ. ലൈവ് ഇടാൻ തുടങ്ങി കുറച്ച് 1000K സബ്സ്ക്രൈബ് ആകുമ്പം അതിൽ നിന്ന് നിങ്ങൾക്ക് ലൈവ് ഇടാൻ തുടങ്ങിക്കോ. നിങ്ങൾക്ക് എന്താണ് മെയിനായിട്ട് തോന്നുന്നത് അതെല്ലാം നിങ്ങൾ ചെയ്യുക. നിങ്ങൾ ആരെയും നോക്കരുത്. നിങ്ങൾക്ക് ഒരു സമയം കഴിയുമ്പോൾ നിങ്ങൾക്ക് ആരും കൊണ്ടുതരത്തില്ല. പക്ഷെ അതിന് എഫേർട്ട് എടുത്ത് മുന്നിട്ടിറങ്ങുന്നത് നിങ്ങൾ മാത്രം തന്നെയായിരിക്കും. ഇത് ഞാൻ ഓട്ട് ചെയ്തതിൻ്റെ അത് മാഞ്ഞു പോകാറായി. പക്ഷേ ഒരു Q&A എന്ന് പറയുമ്പോൾ എന്തുവാ, Q&A എന്ന് പറയുമ്പോൾ നമ്മളെല്ലാം പറയണ്ടേ. അതുകൊണ്ടാണ് എത്രയും ലോങ് വീഡിയോ ആക്കുന്നത്. എൻ്റെ മനസ്സിലുള്ള കാര്യമൊക്കെയാണ് പറയുന്നത്. നിങ്ങളായിട്ടിരിക്കുക, നിങ്ങളായിട്ട് ജീവിക്കുക. മനസ്സിലായോ? എനിക്ക് പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഈ വീഡിയോ ഇപ്പം ഞാൻ മറ്റേത് പറയുന്നത് പറയാം. ഈ വീഡിയോ എത്ര പേര് കാണുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ കാണുന്നവരും കേൾക്കുന്നവർക്കും എല്ലാവർക്കും ഇനി എൻ്റെ വീഡിയോ കാണാൻ സപ്പോർട്ട് ചെയ്യാൻ. ഷോർട്സും ചെയ്യും, ലോങ്ങും ചെയ്യും, രണ്ടും ചെയ്യും. കാരണം ഷോർട്സ് മാത്രം ചെയ്തുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, ലോങ്ങും ചെയ്യണം. എനിക്കറിയാം എന്നെക്കാട്ടിയും ഒരുപാട് പേര് ഈ ലോങ് വീഡിയോ ഇഷ്ടം പോലെ ചറവർ ഒരു കോമ്പറ്റീഷൻ ഏരിയ അത്. അപ്പം മറ്റേ കോമ്പറ്റീഷൻ ഏരിയ ഒരു കപ്പൊന്നും കിട്ടിയില്ലെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞാൽ മതി. അതല്ല, നമ്മൾ ഫേസ് കാണുന്നവർ കണ്ടാൽ മതി, ഒരു ഇതുമില്ല. മനസ്സിലായോ? അപ്പം പറഞ്ഞ് മറക്കണ്ട, വായിക്കൂ, അറിവുണ്ടാക്കൂ. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ തോന്നുന്നു അത് നിങ്ങൾ ചെയ്യും. പിന്നെ എൻ്റെ Q&A ഞാൻ കുറേ നാളായി ഇപ്പം ഇങ്ങനെ കുറേ വീഡിയോ ഒക്കെ ഇട്ടിട്ട്, കുറേ നാൾ ലോങ് വീഡിയോ ഇട്ടിട്ട്. പണ്ടത്തെ പോലെ വ്യൂസ് എനിക്കൊന്നുമില്ല. പക്ഷെ എനിക്കറിയാം ഒരുപാട് പേര് ഈ ഷോർട്ട് വീഡിയോ മാത്രം കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു ക്ലിപ്പ് ഞാൻ ഷോർട്ടായിട്ട് ഇടുന്നുണ്ട്. പറയാൻ തുടങ്ങിയാൽ അങ്ങ് പറയും. പക്ഷേ എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ടെന്ന് പറയും. അവിടെ